الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى فوجدك ضالا فهدى ووجدك عائلا فأغنى. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ടും നമ്മുടെ ഈമാനിനെ സദാ നിലനിർത്തിക്കൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആശയമാണ് അൽ ഈമാൻ യസീദു വയൻഖുസ്. ഈമാൻ എന്നുള്ളത് അത് വർദ്ധിക്കുകയും അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. പല മാനസികാവസ്ഥകളിലും അതിൻ്റെ തോതുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നല്ല മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം താല്പര്യവും, മാത്രമല്ല അതൊക്കെ ചെയ്യണ സമയത്തൊരു ഭയങ്കരമായ അനുഭൂതിയും മനസ്സിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് അനുഭവം. ചില സമയങ്ങളിൽ ഒരുപക്ഷെ അതിനോടൊരു മടുപ്പോ വിഷമമോ ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങളും അപൂർവമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ളത് ഈ ഈമാനിൻ്റെ ഏറ്റവ്യത്യാസമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വമാ സാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമ. അത് അള്ളാഹുവിന് സമർപ്പിക്കുവാനുള്ള മനസ്സും ഈമാനുമല്ലാതെ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ വർദ്ധിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഈമാനിനുണ്ട് എന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവിടെ ഈമാൻ വർദ്ധിക്കും. ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാന. വിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഹദീസുകളിലും കാണാൻ പറ്റും. കാരണം ഇമാം ബുഖാരിന്റെ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ മുഴുവനും ഈമാനിന്റെ ശാഖകൾ, ഈമാനിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഈമാനികമായ ഒരു മാനസികാവസ്ഥ ശരിയായി നിലനിർത്തുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഒരു സമ്പൂർണമായ മാറ്റം. ഈ നിസ്കാരം പരിപാടിയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരാളെ മനസ്സിക്ക് അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ ഉള്ള ബോധം, എപ്പോഴെങ്കിലും ഒരു ഖുർആൻ ആയത്ത് കേട്ടു, അല്ലെങ്കിൽ പ്രസംഗം കേട്ടു, ഒരു ഖുതുബ കേട്ടു, അത് പ്രവേശിക്കുന്നതോടുകൂടി ആ വ്യക്തി സമ്പൂർണമായി മാറും. എന്തൊക്കെ അയാൾക്ക് പ്രശ്നമുണ്ടോ അത് മുഴുവൻ, അതാണ് തഗയീറു സുലൂക്ക്. അയാളുടെ ചെയ്തികളും അയാളുടെ പ്രവർത്തനങ്ങളും എല്ലാം മാറി അയാളൊരു പുതിയ മനുഷ്യനാവും. ഈമാന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇസ്തിഖ്റാറു നഫ്സിയ, മാനസികമായൊരു സ്വസ്ഥത. ഈമാൻ വർദ്ധിച്ചു വരുമ്പോൾ ഒരു മനസമാധാനം കൂടും. ഈമാൻ കൂടിയ സമയത്ത് മനസമാധാനം കൂടും. ബേജാറുകൾ, പേടികളൊക്കെ നമുക്ക് കുറഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. മുത്മഇന്നുൽ ഖൽബാണ്. ഹൃദയത്തിന് ഭയങ്കര ശാന്തതയും സമാധാനവും ഉണ്ടാവും. മറ്റൊന്ന്, നല്ല ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല സമയത്ത് അത്തവക്കുലു വത്താഅ, നമുക്കൊരു പേടിയില്ല, അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും, അതൊക്കെ അള്ളാഹ് ശരിയാക്കും എന്നുള്ള ഒരു മനസ്സും തവക്കുലും. അതേപോലെ തന്നെ പരമാവധി ആ അള്ളാഹുവിന്റെ തൃപ്തി. എന്ത് ചെയ്യുമ്പോഴും ആ ഈമാൻ അങ്ങനെ കൂടി വരുന്നതിന്റെ ആസ്വാദനം കിട്ടുമ്പോൾ നമുക്ക് ജമാഅത്തിന്റെ പള്ളിയിൽ പോകാനും നമുക്ക് സദക്ക കൊടുക്കാനും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഭയങ്കരമായ ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള ഭയങ്കരമായ പ്രചോദനങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇത് കൂടാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനം വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനങ്ങളും അതിന്റെ വചനങ്ങളും തദബ്ബുർ ചെയ്ത് ആലോചിച്ച് ചിന്തിച്ച് നന്നായി അതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുക. അത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും. അതേപോലെ ആ സ്വാധീനിക്കുന്ന ആയത്തുകളും വചനങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈമാൻ നമ്മൾ അറിയാതെ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈമാൻ ഒന്ന് ലൈവായി സജീവായി നിൽക്കണം എന്നതിന് ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ നമുക്ക് വേണം. ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അത് അങ്ങനെ ശ്രദ്ധിച്ചെങ്കിലേ നടക്കുള്ളൂ. കാരണം എന്താ, നേരം വെളുത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെ നമുക്ക് തിരക്കല്ലേ. അപ്പൊ ഈ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഭൗതികമായ ജീവിതത്തിലുള്ള അസ്വസ്ഥതകളും ചിന്തകളും കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും മസ്തിഷ്കവും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതിലിടയ്ക്ക് എന്താന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ആ തിരക്കിനിടയിൽ ഒന്ന് പള്ളിക്ക് ലോർക്കൊന്ന് വന്നിരുന്ന് എന്ത് ചെയ്യാണ്, ആ ജമാഅത്തൊക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, ഒരു അര പേജ് ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ഒരു സൂറത്തിന്റെ അർത്ഥം നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ നിസ്കാരത്തിലൊക്കെ ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ അർത്ഥം എന്താ ഒരു പരിഭാഷ എടുത്തൊന്ന് വായിച്ചു നോക്കാം. സുഹൃത്തുക്കൾ, അതൊക്കെ നമ്മുടെ മനസ്സിൽ ചൊലുത്തുന്ന സ്വാധീനം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും ഒരു വാക്കുകളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഒരു സാധാരണ ഖുർആൻ തുറക്കാൻ നമുക്ക് തോന്നാനും ഇടയ്ക്കൊരായത്തിന്റെ അർത്ഥം പഠിക്കാനും തോന്നാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹ, അതിലെ ഏതാനും ചില നമ്മൾ മിക്കവാറും ആളുകളൊക്കെ ഓതാറുള്ള. ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ നീട്ടി ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തെ പറ്റി പരാതി പറഞ്ഞ ആളുകൾ വന്നപ്പോ നബി മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കട്ടെ, ഫത്താനന്തയ മുആദ്, നീ ഫിത്ന ഉണ്ടാക്കാണോ? നിസ്കാരം ദീർഘിപ്പിച്ച് ആളുകൾ ഓരോ പണിക്ക് പോകേണ്ട ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, എന്തിനാ അതൊക്കെ നീ ഇത്ര ദീർഘൊക്കെ ഓതുന്നത്? നിനക്ക് എന്താണ്? ഈ സൂറത്തൊക്കെ ഓതിയാ പോരെ? അപ്പൊ ആ കൂട്ടത്തിൽ നബി ഓതാൻ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. പലപ്പോഴും നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഓതുന്ന ഒരു സൂറത്താണ്. സത്യം പറഞ്ഞാൽ ഈ സൂറത്ത് നമ്മളൊന്ന് ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ എന്തുമാത്രം അറിവും എന്തുമാത്രം കാഴ്ചപ്പാടുകളും അറിവുകളും നമുക്ക് നൽകുന്നുണ്ട്. സുഹൃത്തുക്കളെ, മനസ്സിന്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്കൊരു രോഗത്തെ നേരിടാൻ, ഒരു പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ മനസ്സ് ഫലമുള്ളതാകണം. ഒരുപക്ഷെ ബദർ യുദ്ധത്തിൽ എത്രയോ വരുന്ന ആളുകളെ അവർ നേരിട്ടത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനം മനസ്സിന്റെ ശക്തിയായിരുന്നു. അള്ളാഹു അവർക്ക് തൂങ്ങി ഉറക്കം കൊടുത്തു. അങ്ങനെ തൂങ്ങി ഉറങ്ങിയപ്പോൾ എന്താ ഒരു ഫ്രഷായി, എല്ലാ ആ ക്ഷീണങ്ങൾ അവർക്ക് മാറി. പിന്നെ ഒരു മഴ കൊടുത്തു. എന്നിട്ട് അവരെന്ത് ഈ ജനാപത്ത് വലിയ അതിശയങ്ങളുള്ള ആൾക്കാർക്ക് കുളിച്ച് അങ്ങനെ അവർക്ക് ഉന്മേഷം. അതൊക്കെ മാനസിക ഉന്മേഷങ്ങളാണ് ആ കിട്ടിയത്. പിന്നെ ശത്രുക്കളെ നോക്കുമ്പോൾ അവർ വളരെ കുറച്ചുള്ള പോലെ തോന്നും. അപ്പോഴും അവർക്ക് ഒന്നും കൂടി ഉഷാറായി. ആ മാനസിക ബലം മലക്കുകൾ ഇറക്കി സഹായിച്ച കൂട്ടത്തിൽ മാനസികമായ കരുത്ത് പകർന്നു കൊടുത്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു ഭയങ്കരമായ ഒരു മാനസിക കരുത്തും കാഴ്ചപ്പാടും നൽകിയ ഒരു ആയത്താണ് ഈ ഒരു സൂറത്താണ്. അതായത് പല റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം പറയുന്നത് എന്താ വെച്ചാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് സമയം വഹിയൊന്ന് നിന്നു, വഹി വരൽ നിന്നു. അപ്പൊ നബിക്ക് ചെറിയ അസ്വസ്ഥതകളും ചെറിയ പനിയും പ്രയാസങ്ങളൊക്കെ ചില രാത്രികളിൽ ഉണ്ടായി. അപ്പൊ ഈ നബിയുടെ ഈ അസ്വസ്ഥത ശത്രുക്കൾ ശ്രദ്ധപ്പെട്ടപ്പോൾ ഒരു സ്ത്രീ നബിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ ശൈത്താൻ തന്നെ വിട്ട് ഒഴിവാക്കില്ല, ഇപ്പൊ ശൈത്താൻ വരലില്ലല്ലേ എന്ന് നബി സ്വല്ലല്ലാഹു പരിഹസിച്ചും വേദനിപ്പിച്ചും കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് പറയുന്നു. എന്തായിരുന്നാലും അതിൽ ഓരോ വാക്കുകളും നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ തരും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന
ഏറ്റവും വലിയൊരു കാര്യം. പ്രവാചകന്റെ ജീവിതത്തിലേക്കുള്ള സൂചനകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് സമയത്തും നബിയുടെ ചരിത്രം സീറ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിക്കുമ്പോൾ എല്ലാ ദുർബല വിഭാഗങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഭയങ്കര മനസ്സമാധാനം നൽകും. നോക്കൂ, നിങ്ങൾ ഒരു പിതാവില്ലാത്തൊരു കുട്ടിയെ കുറിച്ച് തിരിച്ചു നോക്കുന്നത്, ഒരു അനാഥൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിലാവുന്ന സമയത്ത് ഉമ്മന്റെ വയറ്റിലാവുമ്പോൾ വാപ്പ മരിച്ചു. 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. അനാഥനായിട്ടാണ്. ഒരു അനാഥൻ എന്റെ ഉപ്പ എവിടെയെന്ന് ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആ കുട്ടിക്കൊരു സമാധാനമാണ്. ഭയങ്കര സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു എന്ന ചരിത്രം, എവിടെയും ബഹിഷ്കരിക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും അത്യുത്തമനായ ഒരു പാപം പോലും സംഭവിക്കാത്ത മഹാനായ പ്രവാചകൻ സ്വന്തം നാട്ടിൽ നാട്ടി പുറത്താക്കപ്പെട്ടില്ലേ എന്ന ചരിത്രം, സത്യമായ ചരിത്രം നമുക്ക് നൽകുന്ന സമാധാനവും സന്തോഷവും ചെറുതല്ല. എല്ലാ ചരിത്രത്തിന്റെ കാര്യങ്ങളിലും പ്രവാചകന്റെ ജീവൻ നമുക്ക് സമാധാനം നൽകുന്ന ഒന്നാണ്. ഈ അള്ളാഹു എന്താണ് പ്രവാചകൻ പറയുന്നത്? ആദ്യത്തെ വാക്ക് നോക്കൂ നിങ്ങൾ, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വല്ലുഹ, ലുഹ എന്ന് പറഞ്ഞാൽ നട്ടുച്ചയല്ല, അതിനു മുമ്പുള്ള ആ ഇളം ഉച്ചയെ കുറിച്ചാണ് പറയുന്നത്. ലുഹ ഒരു 10 മണി സമയം 11, അതായത് വെളിച്ചത്തിന്റെ ഏറ്റവും സുന്ദരമായ തെളിച്ചമുള്ള സമയം. അള്ളാഹ് അതിനെ സത്യം ചെയ്യുകയാണ്. വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രണ്ടുമുണ്ട്. ഒന്ന് ഇരുട്ടിന്റെ മൂടലുണ്ട്, രാത്രിയുടെ നിശബ്ദതയുണ്ട്. അപ്പൊ രാത്രിയുടെ നിശബ്ദതയെയും ഇരുട്ടിനെയും പകലിന്റെ തെളിഞ്ഞ വെളിച്ചത്തെയും സത്യം ചെയ്ത് അള്ളാഹ് പറയണത് എന്താ? സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വേദനിച്ചിരിക്കുന്നതിന് മനസ്സിന് കിട്ടുന്ന ആശ്വാസം. മാ വദ്ദഅക, നിന്നെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ കൂടെ അവനുണ്ട്, നിന്നെ അവൻ കൈവിട്ടിട്ടില്ല, നിനക്കെല്ലാം തന്ന അവനെന്നും നിന്നോടൊപ്പം ഉണ്ടാകും. വമാ ഖലാ, നിന്നോട് ഈർഷ്യത കാണിച്ചിട്ടില്ല, അവന് നിന്നോടൊരു അനിഷ്ടവുമില്ല, ഒരു കോപവുമില്ല, ഒരു പ്രശ്നവുമില്ല. പല വ്യാഖ്യാനങ്ങളും പറയാറുണ്ട്, ഇരുട്ടു പകൽ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനുഷ്യൻ എന്ത് ചെയ്താൽ കുറച്ച് ഞാൻ തീരും. വല്ലാതെ ടെൻഷനായി ഞാൻ ഇപ്പോഴും മരിച്ചാലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് വെയിറ്റ്, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ മാനസികാവസ്ഥ നിങ്ങൾ പറയും. അത് വരും, രാത്രി വരും, പകൽ വരും, സുഖദുഃഖങ്ങൾ മാറി മാറി വരും. ഇപ്പൊ എന്ത് ടെൻഷൻ വന്നാലും എന്താ ആലോചിച്ചാൽ മതി, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ, കുറച്ച് സമയം ഞാനൊന്ന് ഇങ്ങനെ കാത്തുക്കുക എന്നാലോചിച്ചാൽ എന്ത് ചെയ്യും, അത് പിന്നീട് മാറിപ്പോകും. അതാണ് അല്ലെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് രാപ്പകലുകളെ വ്യവസ്ഥാപിതമായി സഞ്ചരിപ്പിക്കുന്ന ആ ഏറ്റവും വലിയ ശക്തിമാനായിട്ട് ഏറ്റവും വലിയ ശക്തിയും കഴിവുമുള്ള അള്ളാഹു കൊടുക്കുന്ന വാക്കാണ്, ആ പടച്ചവൻ നിന്നെ കൈവിട്ടിട്ടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. ഈ ലോകത്തെക്കാളും ഉത്തമം നിനക്ക് പരലോകമാണ്. രണ്ടർത്ഥം, ഒന്ന് ആദ്യകാലത്തെക്കാളും നിനക്ക് ഖൈറായിരിക്കും അവസാന കാലം. അങ്ങനെയാണല്ലോ. മക്കയിലാകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു. അത് കഴിഞ്ഞ് മദീനത്തെത്തിയപ്പോൾ എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസവും സമാധാനവും ലഭിച്ചൊരു കാലഘട്ടമായിരുന്നു. മറ്റൊന്ന് പരലോകമാണ്. വലൽ ആഖിറത്തു ഖൈറുൻ ലക്കും, പരലോകമാണ് നിനക്ക് ഉത്തമം. പരലോകം അതൊരു വലിയ പ്രതീക്ഷയല്ലേ സുഹൃത്തുക്കളെ ജീവിതത്തിൽ. നമ്മുടെ ഈ ദുനിയാവിൽ എന്ത് തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറവുകളും ഒക്കെ നമുക്കുണ്ടായാലും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ പരലോകമെന്ന പ്രതീക്ഷ കൊണ്ട് മാത്രം തൻ്റെ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും പരിഹരിക്കാൻ പറ്റും. കാരണം പ്രതീക്ഷ എന്നത് ഒരു പരിഹാരം തന്നെയാണ്. പ്രതീക്ഷ നിങ്ങൾക്ക് മാറൂല, നിങ്ങൾ വിചാരിക്കുന്ന അസുഖം വന്നു വെച്ചു, ആ അസുഖം നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയാണ് ഇതിന് ചികിത്സ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ രോഗിയല്ല. രോഗം മാറിയിട്ടല്ല അയാൾ രോഗിയല്ലാതായത്. രോഗം മാറുമെന്ന പ്രതീക്ഷ അയാളുടെ രോഗത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിലും നിനക്ക് നിന്റെ പരലോകം ഏറ്റവും ഉത്തമമായിരിക്കും. ഇവിടുത്തെ എല്ലാ കുറവുകളും എല്ലാ ന്യൂനതകളും പരിഹരിച്ചു നൽകുന്ന ഒരു ലോകം, അത് പരലോകമല്ലേ സുഹൃത്തുക്കളെ. നാളെ ഷുഗർ ഒന്ന് കാല് മുറിക്കുക പറഞ്ഞാൽ ആ മുറിച്ച കാലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു വേദന, ഒരു വിഷമം എന്തായിരിക്കും അല്ലേ? ആ മുറിഞ്ഞ കാലും പുനഃസ്ഥാപിക്കപ്പെട്ടൊരു പുനരുദ്ധാനം എനിക്കുണ്ടെന്ന പരലോക വിശ്വാസം നൽകുന്ന പ്രതീക്ഷയും മനക്കരുത്തും ചെറുതല്ല. നിങ്ങളോട് വല്ലാതെ ആത്മദ്രോഹം ചെയ്ത, അക്രമം ചെയ്ത, അനീതി ചെയ്ത ഒരുത്തനെ കുറിച്ച്, അവൻ ചെയ്ത പരാക്രമങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയൂ, ഒരു പരലോകം വെച്ച അള്ളാഹുവേ നിനക്ക് സ്തുതി. ഇതിനൊക്കെ നീതി പറയാൻ, ഇതിനൊക്കെ തീരുമാനം പറയാൻ
നിന്റെ മുമ്പിൽ ഒരു കോടതിയിൽ ഇവനും ഞാനുമൊക്കെ വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനവും മനസ്സന്തോഷവും ചെറുതല്ല എന്നുള്ളതാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. വലസൗഫ യുഅതീക റബ്ബുക, നിന്റെ റബ്ബ് നിനക്ക് തരും, അപ്പൊ നീ തൃപ്തിപ്പെടും. അതിന് തഫ്സീർ വായിക്കുമ്പോൾ കാണും ഇക്കാര്യം ഇത്രയും സമ്പൂർണമായി പറയാൻ അല്ലാതെ എന്ത് പറയും? തരും, നിന്റെ ഇഷ്ടം പൂതി തീരുവോളം നിനക്ക് തരും. നിനക്ക് എന്തെല്ലാം കിട്ടാതെ പോയിട്ടുണ്ടോ അതൊക്കെ നിനക്ക് തരും. അപ്പോൾ നീ തൃപ്തിയടയും. മനസ്സിൽ എവിടെയെങ്കിലും ചെറിയൊരു അസംതൃപ്തി തോന്നാത്ത ഈശത്തുൻ റാദിയ, സംതൃപ്തി, തൃപ്തിക്ക് വിരുദ്ധമായ ഒന്നും കാണാത്ത ഒരു സ്ഥലം, ഒരവസ്ഥ ഉണ്ടായിരിക്കുമെന്നാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. എന്നിട്ട് ഓർമ്മപ്പെടുത്തണം, തരും എന്ന് വിശ്വസിക്കാൻ, എല്ലാം പരിഹരിക്കുമെന്ന് വിശ്വസിക്കാൻ എന്താ പ്രയാസം? അലം യജിദ്ക യതീമം ഫആവാ, അലം യജിദ്ക യതീമം ഫആവാ. നിന്നെ അനാഥനായി കണ്ടു, അപ്പൊ നിനക്ക് അഭയം നൽകി. നോക്കൂ സുഹൃത്തുക്കളെ, ആ ഒരു ചെങ്ങല പ്രസവിച്ചു വീണ് ആ പ്രവാചകൻ അനാഥനായി, വാപ്പയെ കാണാൻ സാധിക്കാത്ത, ജനിക്കുമ്പോൾ വാപ്പയില്ലാത്ത, സംരക്ഷകനില്ലാത്ത പ്രവാചകൻ ഒരിക്കലും ഒരു രക്ഷകർത്താവിന്റെ അഭാവം അനുഭവിച്ചില്ല. അബ്ദുൽ മുത്തലിബിലേക്കാണ് ജനിക്കുന്നത്. എത്ര നന്നായിട്ടാണ് കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അബൂ താലിബിലേക്കാണ്, പിതൃ സഹോദരനിലേക്കാണ് ഏൽക്കപ്പെടുന്നത്. അതെന്താ ആദർശപരമായി പോലും അപ്പുറത്ത് നിന്നിട്ട് പോലും ആ മരണം വരെ, ഹിജ്റന്റെ തൊട്ട് മുമ്പാണ്, ആ മരിക്കുന്നത് വരെ എല്ലാ സംരക്ഷണം കൊടുത്ത് കൂടുണ്ട്. അത് കഴിഞ്ഞിട്ടോ തൊലഅൽ ബദറു അലൈനാ, ഞങ്ങളിൽ ഒരു ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞ് മദീനത്തെ ആയിരങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും സുന്ദരമായ രംഗം. പിന്നെ ആ മദീനക്കാരുടെ അൻസാറുകളുടെ കൈകളിലേക്കാണ് പ്രവാചകൻ എത്തിപ്പെടുന്നത്. യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ. അലം യജിദ്ക യതീമൻ ഫആവാ, നിന്നെ ഞാൻ അനാഥരായി കണ്ടു, അപ്പോൾ ഞാൻ നിനക്ക് അഭയം നൽകി എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ അനാഥത്വങ്ങളിലും അഭയം നൽകാൻ സർവശക്തനായ പരമകാരുണികനായ അള്ളാഹുവിന് പറ്റും. പിന്നെ ഒറ്റപ്പെടുന്ന വേദനയുടെ എനിക്കാരുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ ആവശ്യം എന്ത് സുഹൃത്തുക്കളെ? അള്ളാഹു നമ്മളെ സംരക്ഷിക്കാൻ പ്രാപ്തനാണ്. അള്ളാഹു ഒരിക്കലും പിതാവ് നേരത്തെ മരിച്ചു പോയിട്ടും പ്രവാചകനെ കൈയൊഴിച്ചിട്ടില്ല എന്നാണ് പറയണത്. വവജദക ദാല്ലം ഫഹദാ, വവജദക ദാല്ലം ഫഹദാ, നിന്നെ വഴിയറിയാത്തവനായി കണ്ടു, നിനക്ക് വഴി കാണിച്ചു. വലിയ കാര്യമല്ലേ സുഹൃത്തുക്കളെ? എന്താ മക്കത്തെ അവസ്ഥ? ആ വഴികേടിന്റെ ഏറ്റവും വലിയ മധ്യത്തിൽ ജീവിച്ച പ്രവാചകന് അള്ളാഹു വഹി നൽകി പ്രവാചകനാക്കി ആ സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുത്തു. ഒരു നിലക്കും എന്തെന്നറിയാത്ത ഒന്നും. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. വേദഗ്രന്ഥം എന്തെന്ന് നിനക്കറിയില്ല, ഈമാൻ എന്തെന്നറിയാത്ത നിനക്ക് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഏർപ്പെടുത്തി തന്നു. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, ഒരു പ്രകാശത്തെ ഞാൻ നിനക്ക് തന്നു, നിനക്ക് ശരിയായ വഴി ഞാൻ കാണിച്ചു തന്നു എന്നവൻ. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്കറിയാത്തത് പഠിപ്പിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സമ്പൂർണമായ, ഒന്നും വിട്ടുപോകാത്ത, എല്ലാം ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ ഒരു ശരീഅത്തിനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത്. എത്ര വലിയ അനുഗ്രഹമായിരുന്നു! വഴി അറിയാത്തവർ വഴി കാണിച്ചു. ഹിദായത്തിൽ അള്ള കൊടുത്ത അനുഗ്രഹങ്ങൾ ഏറ്റു. ആ അനുഗ്രഹം നമ്മളിപ്പോൾ ഏറ്റുവായി. ആ അനുഗ്രഹമാണ് ആ പ്രവാചകയിലൂടെ നമുക്ക് കിട്ടിയ ഈ ഹിദായത്ത്. വവജദക ആയിലം ഫഅഗ്നാ, നിന്നെ പ്രാരാബ്ധക്കാരനായി കണ്ടു, സമ്പന്നനാക്കിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നനായോന്നാണ്. നബി സമ്പന്നനായോ? അവസാനം വഫാത്താകുന്ന സമയത്തും ജൂതന്റെ അടുക്കൽ പടയങ്കി പണയത്തിലായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞത് ലോകം മുഴുവനും സമ്പത്തും കാൽക്കീഴിൽ വരുന്ന ആധിപത്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കം. ആ പ്രവാചകൻ അവസാന കാലായപ്പോഴേക്കും ലോകങ്ങളും രാജ്യങ്ങളും വിജയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ ധാരാളം പ്രദേശങ്ങൾ, ധാരാളം സ്വത്തുക്കൾ ഇസ്ലാമിന് അധീനമായി വന്നു. അതാണെന്ന് പറയുന്നു. ഇനി അതല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഐശ്വര്യമാണ്.
പിന്നെ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യം. അതിപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും അധികം ആ മാനസിക ധന്യത കൈവരിച്ചത് പ്രവാചകനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. ആ മനസ്സിന്റെ ഒരു സന്തോഷവും ധന്യത, സുഹൃത്തുക്കൾ, അതാണ് നേടേണ്ടത്. ഈ പണത്തിനോടുള്ള ഏറ്റവും വലിയ ആഗ്രഹം, ആർത്തിയും എന്താ, നിങ്ങൾ മനസ്സിന്റെ ധന്യതയെ നഷ്ടപ്പെടും എല്ലാ നിലക്കും. നമ്മൾ മറ്റുള്ളവർക്ക് അടിയറ വെച്ച് മറ്റുള്ളവന്റെ മുന്നിൽ നമ്മുടെ ഒരു അടിമയായി ബന്ധിതനാക്കപ്പെടുക എപ്പോഴാണ്? അവന്റെ ഔദാര്യത്തിന് കാത്തു നിൽക്കുമ്പോൾ മാത്രമാണ്. നമ്മളെല്ലാ മഹത്വവും വിലയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എപ്പോഴറിയോ? വേറൊരുത്തന്റെ ഔദാര്യത്തിന് കൈനീട്ടി നിൽക്കുമ്പോഴാണ് നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോകുക. ആ മനസ്സിന്റെ ഐശ്വര്യവും സമ്പന്നതയും അത് ശരിയായ ഈമാൻ കൊണ്ടും വിശ്വാസം കൊണ്ടും ദീന് കൊണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് ചില കടമകളുണ്ട്. എന്താണ് ആ കടമ? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നീ അനാഥകളെ നീ എന്ത് ചെയ്ത് അടക്കി വെക്കരുത്, എന്നാൽ അവനെ ദ്രോഹിക്കരുത്, ബുദ്ധിമുട്ടാക്കരുത്. അനാഥന അവശനാണ്. അപ്പൊ അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അപ്പൊ അവരെ പലപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് വിധേയമാക്കാൻ പറ്റും. അത് നീ ചെയ്യരുതേ എന്നാണ്. അനാഥനെ കുറിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു അനാഥൻ നമ്മളെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു. നീ ഒരു അനാഥന്, ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻ ലിൽ യതീമി കഅബിൻ റഹീം, കുൻ ലിൽ യതീമി കഅബിൻ റഹീം. ഒരു അനാഥന് നീ വാത്സല്യമുള്ള ഒരു പിതാവാവുക. ഏതെങ്കിലും ഒരു അനാഥ കുട്ടിക്ക് വാത്സല്യമുള്ള സ്നേഹമുള്ള ഒരു വാപ്പയാവുക നീ എന്ന് പറയും. അനാഥക്ക് ഇസ്ലാമിൽ അത്രയും സ്ഥാനമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ വരുമാനത്തിന്റെ വിഹിതം മാസത്തിൽ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ തുകയിൽ നിന്നും ഒരു തുക ജീവിതാവശ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞ് പിതാവിന്റെ അഭാവമറിയാതെ വളരാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ചില്ലറ സേവനമല്ല, വലിയ സേവനാണ്. പിന്നെ വസ്നഅ ബിഹി കമാ തുഹിബ്ബു അൻ യസ്നഅ ബിബലദിക മിൻ ബഅദിക. എന്തൊരു നല്ല ആശയമാണത്. നീ ഇന്നു മരിച്ചാൽ നിനക്ക് മക്കളില്ലേ, അവരോട് എങ്ങനെയാണോ മറ്റുള്ളവർ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ഒരു കുഞ്ഞിനോട് ഇപ്പോൾ പെരുമാറി തുടങ്ങുക. ഈ തിരിച്ചുപോക്കില് ഒന്നാണ്ട് വണ്ടി സ്പായ കയ്യിലെ സുഹൃത്തുക്കളെ മെസ്സേജ് വരൂല നമ്മളെ ഫോട്ടോ വെച്ചിട്ട്. അപ്പൊ നമ്മളെ മക്കൾ എന്താ ചെയ്യാ? നമ്മളെ മക്കളെ തേടി ആരെങ്കിലും വരും, അവർക്ക് ഡ്രസ്സ് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ നീ ഇന്നൊരു മകനെ, ഒരു മകളെ നിന്റെ മക്കളോട് എങ്ങനെ നിനക്കു ശേഷം പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ പെരുമാറുക എന്നാണ്. ചോദിച്ചു വരുന്നവന് വിരട്ടിവിടരുത്. കൈ നീട്ടിയാൽ നമുക്ക് ഓനെപ്പറ്റി കുറെ പറയണ്ടാവും. ഇതോന്റെ പണിയാണ്, തൊഴിലാണ്, പരിപാടിയാണ്, ഇതന്നെയാണ്, എന്താ പ്രശ്നം, എന്തൊക്കെ പറയണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അയാൾക്ക് നമ്മളെ വീടൊന്നും കൊടുക്കേണ്ട സുഹൃത്തുക്കൾ. പോക്കറ്റിൽ എള്ളിയെന്നൊരു ചില്ലറ അയാളെ അഭിമാനത്തിന് കോട്ടം പറ്റാതെ കൊടുത്താൽ മതി. അയാൾ ഇനി ഒരു പറ്റിക്കാൻ വരുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ അയാൾക്ക് കിട്ടുന്നത് മുടക്കേണ്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആരെങ്കിലും അപ്പൊ ഈ ചോദിച്ചു വരുന്ന എല്ലാം പെടുന്നതാണ്. ഇൽമ് ചോദിച്ചു വരുന്നവരുണ്ടാവും, വഴി ചോദിച്ചു വരുന്നുണ്ടാവും. നമ്മൾ തിരക്കുടിച്ച് പോയിക്കാരം. ഒരാളിങ്ങനെ ജംഗ്ഷനിൽ നിന്ന് ഇടങ്ങാറാകുണ്ടാവും. മനസ്സിലായി? നമ്മക്ക് എന്ത് കാര്യം എന്നല്ല, നമ്മൾ അയാളെ വഴി കാരണം അവിടെ എത്തിപ്പെട്ട നമ്മളാവുന്നുണ്ട് വഴി പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു കടമയുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഒരുത്തിന് ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്ത് ഓർഡർ ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ, ഭക്ഷണം വേണം, പക്ഷെ എന്ത് ബില്ലാകുമെന്ന് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? അയാൾ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ അയാൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ ആ ഹോട്ടലുകാരന് തോന്നണം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവന് തോന്നണം. അത് ആവശ്യപ്പെടുന്നവന് കിട്ടാതെ എവിടെയെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവനെ വരട്ടരുത്. അവന് ആ ആവശ്യത്തെ നിർവഹിച്ചു കൊടുക്കാൻ നീ ഉണ്ടാകണമെന്നാണ്. പിന്നെന്തേ എല്ലാ പരാതികളും എല്ലാ വിഷമങ്ങളുടെയും കാരണം എന്താരങ്ങള് അള്ളാഹു നമുക്ക് തന്നത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിന്റെ റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചു നീ സംസാരിക്കുക എന്നാണ്. നമുക്ക് എന്തൊക്കെ തന്നു വെറുതെ ആലോചിച്ചിരിക്കുക. ഞാൻ പറയാം, മാരകമായ രോഗം വരാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഇഞ്ച് സ്ഥലം നമ്മളെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ട്. അവിടെയൊക്കെ പല പല അസുഖങ്ങളും, അതൊക്കെ പടച്ചോ അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്.
പടച്ചോൻ തടഞ്ഞു വെച്ചത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം ആരോഗ്യത്തോടെ നിൽക്കുന്നത്. രോഗങ്ങളെ തടഞ്ഞ് പ്രതിരോധിച്ചത് കൊണ്ടാണ് നമ്മുടെ കിഡ്നി ആരോഗ്യത്തോടെ നിൽക്കുന്നത്. അള്ളാഹു തടഞ്ഞു വെച്ചത് കൊണ്ടാണ് നമ്മുടെ തലച്ചോർ സുരക്ഷിതമായി നിൽക്കുന്നത്. അതിനൊക്കെ നമ്മൾ എത്ര നന്ദി ചെയ്യണം പടച്ചോനോട്. അതുകൊണ്ടാണ് നിനക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നീ പറയാൻ ഒന്ന് ഓർത്താ മതി. ഒന്ന് ആലോചിച്ചാൽ മതി. ആ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർത്താൽ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരും. നന്ദി ചെയ്താലോ ഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. വല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് അവന് ദേഷ്യവുമില്ല. അള്ളാഹു സത്യം ചെയ്ത് പ്രവാചകരെ സമാശ്വസിപ്പിച്ച വാക്കുകളാണ് സൂറത്ത്. ഒരു ചെറിയ സൂറത്ത്, നമ്മൾ സ്ഥിരം ഓതുന്ന സൂറത്തിന്റെ അർത്ഥങ്ങളൊക്കെ ഒരു തഫ്സീർ വെച്ച് ഒന്ന് വായിക്കാൻ നോക്കുക. ഒരു ദിവസമെങ്കിലും ഈമാനിന്റെ ഒരു ശകലം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റാൻ എന്തെങ്കിലും ഒരു നന്മ, ഒരു 5 മിനിറ്റ് നേരം ഒരു ചെറിയൊരു സ്പീച്ച്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആയത്തിന്റെ അർത്ഥം, ഒരു നല്ല കാര്യം കേൾക്കുകയോ പറയുകയോ ചെയ്യും. അങ്ങനെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ, അതിനെ സത്യസന്ധമായി നിലനിർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുവാൻ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആമിനും ഫി സിർബിഹി എന്ന് പറയും. അതായത് നമ്മുടെക്ക് നിർഭയത്വത്തോടുകൂടെ രാത്രി നമ്മളെ വീട്ടിൽ ഉറങ്ങാൻ പറ്റുക, അത് അള്ളാഹു നമുക്ക് തരുന്നൊരു വലിയ അനുഗ്രഹം. നമ്മുടെ രാജ്യത്ത് നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് എന്ത് വേണം സുഹൃത്തുക്കളെ? നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ ഭരണത്തിലും എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു പൗരൻ എന്ന നിലക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും വേണം. അപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ നാട്ടിൽ നമുക്കത് നടക്കാനുള്ളത് നമ്മുടെ വോട്ടുകളാണ്, നമ്മുടെ സമ്മതിദാനാവകാശമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് അതിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ നമ്മുടെ ഒരു വോട്ടിനൊരു വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെതൊരു വോട്ടല്ലേ എന്ന് ചിന്തിക്കരുത്. ആ ഓരോ വോട്ടുകളാണ് ലക്ഷങ്ങളായി മാറുന്നത്. ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒരു വിജയം ഒരു പക്ഷേ തീരുമാനിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വോട്ടർ പട്ടിക വളരെ പരിഷ്കരിക്കുന്ന ഒരു പുതിയ സംഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ വോട്ട് നമ്മൾ പരിശോധിക്കണം, ആ വോട്ട് നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരുടെ വോട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിയായി പരിശോധിക്കും. അത് നമ്മുടെ ദീനിൻ്റെയും നമ്മുടെ വ്യക്തിപരമായ സുരക്ഷിതത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടൊരു കാര്യം തന്നെയാണ് അത്. അതുകൊണ്ട് അതെന്തെങ്കിലും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയാവുന്നൊരു സംഗതി, അതിനുള്ള രേഖകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നു. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെയൊക്കെ വീടുകളിൽ വരുമ്പോൾ നമ്മുടെ രേഖകൾ, നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ നമുക്ക് കിട്ടാവുന്ന, പെട്ടെന്ന് എടുത്തു കൊടുക്കാവുന്ന രൂപത്തിൽ നമ്മളത് റെഡിയാക്കി വെക്കണം. അത് നമ്മുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളതും അത് ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു പൗരനെന്ന നിലക്ക് നമ്മുടെ കടമയാണ്. നമ്മുടെ ദീനിനും നമ്മുടെ ജീവനും എല്ലാം സുരക്ഷിതത്വം കിട്ടാൻ, നിർഭയത്വത്തോടെ ജീവിക്കാൻ, നമ്മുടെ നാടിലെ സുരക്ഷയ്ക്കും അതൊക്കെ നമുക്ക് അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളിലും സജീവമായ ശ്രദ്ധ പുലർത്തുവാനും എല്ലാ നിലക്കുമുള്ള സമാധാനവും സുരക്ഷിതത്വവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. അള്ളാഹു നിന്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും പൂർണ്ണ ഈമാനോടുകൂടെ ജീവിക്കുവാനും നിന്നെ കണ്ടുമുട്ടുവാനും തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്ന്. ധാരാളം ആളുകൾ രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഇവർക്ക് നീ രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار